ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കണോമി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ റോഡ് സർവീസ് പഠിച്ചു, റെയിൽവേ സർവീസ് പഠിച്ചു അല്ലെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പൈപ്പ് ലൈൻസ് പഠിച്ചു അല്ലെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് വാട്ടർ വേസ്. ഓക്കെ, ജലത്തിൽ കൂടെയുള്ള സർവീസസ് അല്ലെ, വാട്ടർ വേസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം നമുക്ക്. Since the ancient period, India was one of the seafaring countries. Its seamen sailed far and near, thus carrying and spreading Indian commerce and culture. അപ്പം നമ്മൾ പ്രീവിയസ്ലി വലിയ അഡ്വാൻസ്ഡ് ഒന്നും ആയിരുന്നില്ല. നമ്മൾ അഡ്വാൻസ്മെന്റ് തുടങ്ങിയതിന് ശേഷം നമ്മൾ സീ റൂട്ട് അല്ലെ, സീ റൂട്ട് പ്രിഫർ ചെയ്തിട്ട് നമ്മൾ ഇന്ത്യൻ കൊമേഴ്സും കൾച്ചറൊക്കെ നമ്മൾ വേറെ വേറെ സ്ഥലത്തേക്കൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, waterways are the cheapest means of transport. ട്രാൻസ്പോർട്ട് ചെയ്യാൻ വലിയൊരു പൈസ ചെലവൊന്നും ഇല്ലാത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വാട്ടർവേസ് ആണ്. വാട്ടർവേസ് ആർ ദി ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. വലിയ പൈസ ചെലവൊന്നും ഇല്ല. ദേ ആർ മോർ സ്യൂട്ടബിൾ ഫോർ ക്യാരിയിങ് ഹെവി ആൻഡ് ബൾക്കി ഗുഡ്സ്. നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങൾ അല്ലെ, ഹെവി ആയിട്ടുള്ള സാധനം. ഹെവി ആൻഡ് ബൾക്കി ഗുഡ്സ്. ഹെവി ഗുഡ്സ് ആണെങ്കിലും ബൾക്കി ഗുഡ്സ് ആണെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ സ്യൂട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് വാട്ടർവേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്യൂവൽ എഫിഷ്യൻറ്റ് ആൻഡ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പം വെള്ളത്തുകൂടെ പോവുകയാണ്, വല്ലാതെ ഫ്യൂവലിന്റെ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ് അല്ലെ. നമ്മൾ റോഡ് വേസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലെ. വണ്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത്, ഇനി ട്രെയിൻ ആണെന്നുണ്ടെങ്കിലും എന്താണ്, പുക പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലെ. പക്ഷെ വാട്ടർവേസ് പ്രിഫർ ചെയ്യുന്ന സമയത്ത് അവര് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, India has inland navigation waterways of 14,500 kilometers in length. Out of these, only 5,685 kilometers are navigable by mechanized vessels. The following waterways have been declared as the national waterways by the government. അപ്പം നമ്മുടെ ഗവൺമെന്റ് നാഷണൽ ഹൈവേസ് പഠിച്ചിട്ടില്ലേ, അതുപോലെ നാഷണൽ വാട്ടർവേസ് ആയിട്ട് ഏതൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 14,500 കിലോമീറ്റർ ആയിട്ടുള്ള നാവിഗേഷൻ ഉണ്ട്, ഇൻലാൻഡ് നാവിഗേഷൻ ഉണ്ട് കേട്ടോ. അപ്പം നാഷണൽ വാട്ടർവേസിന്റെ പേരുകളാണ് ഓർത്ത് വെക്കണം, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ, ഗംഗ റിവർ ബിറ്റ്വീൻ അലഹബാദ് ആൻഡ് ഹാൽഡിയ. 1,620 കിലോമീറ്റർ ആണ് വരിക. അത് നാഷണൽ വാട്ടർവേസ് നമ്പർ 1. നാഷണൽ വാട്ടർവേസ് നമ്പർ 1 ഏതാണ്, ഗംഗ റിവർ ബിറ്റ്വീൻ അലഹബാദ് ആൻഡ് ഹാൽഡിയ. പഠിച്ചോ, നാഷണൽ വാട്ടർവേസ് നമ്പർ 1 ഗംഗ റിവർ ബിറ്റ്വീൻ അലഹബാദ് ആൻഡ് ഹാൽഡിയ. ഓക്കെ, രണ്ടാമത്തത് ബ്രഹ്മപുത്ര റിവർ ബിറ്റ്വീൻ സാദിയ ആൻഡ് ദുബ്രി. അത് 890 കിലോമീറ്റർ ആണ്. നാഷണൽ വാട്ടർവേസ് നമ്പർ 2. നാഷണൽ വാട്ടർവേസ് നമ്പർ 2 ഏതാ മക്കളെ, ബ്രഹ്മപുത്ര റിവർ. അപ്പൊ ഫസ്റ്റ് ഗംഗ, രണ്ടാമത് ബ്രഹ്മപുത്ര റിവർ ബിറ്റ്വീൻ സാദിയ ആൻഡ് ദുബ്രി. മൂന്നാമത്തത് ഏതാ, നാഷണൽ വാട്ടർവേസ് നമ്പർ 3 ഏതാ നോക്കിയേ. നാഷണൽ വാട്ടർവേസ് നമ്പർ 3 ഏതാ, വെസ്റ്റ് കോസ്റ്റ് കനാൽ ഇൻ കേരള, ദാറ്റ് ഈസ് കൊട്ടപൂർമ, കൊല്ലം, ഉദ്യോഗമണ്ഡൽ ആൻഡ് ചമ്പക്കര കനാൽസ് 205 കിലോമീറ്റർ. അതാണ് നാഷണൽ വാട്ടർവേസ് നമ്പർ 3. അപ്പൊ 3 പഠിച്ചോ. ഏതൊക്കെയാ, ഗംഗ റിവർ ബിറ്റ്വീൻ അലഹബാദ് ആൻഡ് ഹാൽഡിയ, നാഷണൽ വാട്ടർവേസ് നമ്പർ 1. ബ്രഹ്മപുത്ര റിവർ ബിറ്റ്വീൻ സാദിയ ആൻഡ് ദുബ്രി, നാഷണൽ വാട്ടർവേസ് നമ്പർ 2. വെസ്റ്റ് കോസ്റ്റ് കനാൽ ഇൻ കേരള ആൻഡ് കേരള, ദാറ്റ് ഈസ് നാഷണൽ വാട്ടർവേസ് നമ്പർ 3 അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഇനി നാഷണൽ വാട്ടർവേസ് നമ്പർ 4 ഏതാ നോക്കിക്കേ, സ്പെസിഫൈഡ് സ്ട്രെച്ചസ് ഓഫ് ഗോദാവരി ആൻഡ് കൃഷ്ണ. അപ്പൊ നമ്മൾ ഗംഗ ഫസ്റ്റ് പറഞ്ഞു, ബ്രഹ്മപുത്ര പറഞ്ഞു, ഇപ്പൊ പറയുന്നത് ഏതാ, ഗോദാവരിയും കൃഷ്ണയും റിവേഴ്സ് അലോങ് വിത്ത് കാക്കിനന്ദ പുതുച്ചേരി സ്ട്രെച്ച് ഓഫ് കനാൽസ്, ദാറ്റ് ഈസ് നാഷണൽ വാട്ടർവേസ് നമ്പർ 4. എന്താ, സ്പെസിഫൈഡ് സ്ട്രെച്ചസ് ഓഫ് ഗോദാവരി ആൻഡ് കൃഷ്ണ റിവേഴ്സ് അലോങ് വിത്ത് കാക്കിനന്ദ പുതുച്ചേരി സ്ട്രെച്ച് ഓഫ് കനാൽസ്. ഇനി നാഷണൽ വാട്ടർവേസ് നമ്പർ 5. നാഷണൽ വാട്ടർവേസ് നമ്പർ 5 സ്പെസിഫൈഡ് സ്ട്രെച്ചസ് ഓഫ് റിവർ
Brahmani along with the Matal River, delta channels of Mahanadi and Brahmani rivers and East Coast Canal. അപ്പോൾ ഇതാണ് നാഷണൽ വാട്ടർവേസ് നമ്പർ 5 എന്ന് പറയുന്നത്. Okay. There are some other inland waterways on which substantial transportation take place. These are Mandavi, Zuari and Kumbarjua, Sundarbans, Barak and backwaters of Kerala. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് some other inland waterways on which substantial transportation take place. Substantial transportation നടക്കുന്ന സ്ഥലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? Mandavi, Zuari, Kumbarjua, Sundarbans, Barak and backwaters of Kerala. Apart from these, Indians trade with foreign countries is carried from the ports located along the coast. Okay, 95% of the country's trade volume, that is 68% in terms of value, is moved by sea. അതിൽ തന്നെ വാട്ടർവേസിൽ എത്രയാണ്? 95% എന്ത് വഴിയാണ്? സീ വഴിയാണ് പോകുന്നത്, അല്ലെ? കടൽ മാർഗം. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് മേജർ സീ പോർട്സ്, നമ്മളുടെ പ്രധാനപ്പെട്ട സീ പോർട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, സോ with a long coastline of 7,516.6 kilometer, India is dotted with the 12 major and 200 notified non-majors. അല്ലെങ്കിൽ നോൺ മേജർ എന്ന് പറയും, അല്ലെങ്കിൽ മൈനർ, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് എന്ന് പറയും. ഓക്കെ, മേജറും മൈനറും എന്ന് പറയും, അല്ലെങ്കിൽ മേജർ നോൺ മേജർ എന്ന് പറയും, അല്ലെങ്കിൽ മേജർ ഇന്റർമീഡിയറ്റ് പോർട്സ്. These major ports handle 95% of India's foreign trade. Kandla in Kutch was the first port developed soon after independence to ease the volume of trade on the Mumbai port in the wake of loss of Karachi port to Pakistan after partition. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന പേരുകൾ അത്രയും മക്കൾ പഠിക്കേണ്ട പേരുകളാണ്. Kandla in Kutch was the first port developed soon after independence. ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം, എപ്പോഴാണ് ഇൻഡിപെൻഡൻസ് കിട്ടിയ? 1947. 1947 ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം കണ്ട്ല ഇൻ കച്ച് വാസ് ദി ഫസ്റ്റ് ഫോർട്ട് ഡെവലപ്ഡ്. നമ്മൾ ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് പോർട്ടാണ് കണ്ട്ല എന്ന് പറയുന്ന പോർട്ട്. അതെവിടെയാണ്? കച്ചിലാണ്, കച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. കണ്ട്ല ഇൻ കച്ച് was the first port developed soon after independence to ease the volume of trade on the Mumbai port. എവിടെ കൂടാൻ വേണ്ടിയിട്ടാണ്? മുംബൈ പോർട്ടില് ട്രേഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ട്ല എന്ന് പറയുന്ന പോർട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇൻ ദ വേക്ക് ഓഫ് ലോസ് ഓഫ് കറാച്ചി പോർട്ട് ടു പാകിസ്ഥാൻ ആഫ്റ്റർ ദ പാർട്ടീഷൻ. അപ്പം ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് ഇന്ത്യ ഡിവൈഡ് ചെയ്തു, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഡിവൈഡ് ചെയ്തു, അല്ലെ? ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് നമുക്ക് കറാച്ചി എന്ന് പറയുന്ന സ്ഥലം നഷ്ടപ്പെട്ടു, കറാച്ചി പോർട്ട് നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു? ഫസ്റ്റ് പോർട്ട് കണ്ട്ല ഇൻ കച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അല്ലെ? ഓക്കെ, കണ്ട്ല ഓൾസോ നോൺ ആസ് ദി ദീൻ ദയാൽ പോർട്ട്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. നമുക്ക് ഇപ്പം നല്ല എപ്പോഴും ആവശ്യമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ട്ലേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദീൻ ദയാൽ പോർട്ട് ഇസ് എ ടൈഡൽ പോർട്ട്. ഇതൊരു ടൈഡൽ പോർട്ട് ആണ്. It caters to the convenient handling of exports and imports of highly productive granary and industrial belt stretching across UT of Jammu and Kashmir and the states of Himachal Pradesh, Punjab, Haryana, Rajasthan and Gujarat. Mumbai is the biggest port with a spacious, natural and well-sheltered harbor. Mumbai എന്ന് പറയുന്ന പോർട്ട് അതാണ് ബിഗ്ഗസ്റ്റ്. ഓക്കെ, Mumbai is the biggest port with a spacious, natural and well-sheltered harbor. The Jawaharlal Nehru Port, മക്കളെ പേരുകളൊക്കെ ഓർക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മുംബൈ പറഞ്ഞു the Jawaharlal Nehru Port was planned with a view to decongest the Mumbai port and serve as a hub port for this region. അപ്പം ജവഹർലാൽ നെഹ്റു പോർട്ട്, മുംബൈ പോർട്ടും പഠിച്ചു. മർമാഗോ പോർട്ട്, അത് ഗോവയിലുള്ളതാണ്. ഇസ് എ പ്രീമിയർ അയൺ ഓർ എക്സ്പോർട്ടിംഗ് പോർട്ട് ഓഫ് ദി കൺട്രി. പ്രീമിയർ അയൺ ഓർ എക്സ്പോർട്ടിംഗ് പോർട്ട് ഓഫ് ദി കൺട്രി. കറക്റ്റ് ആയിട്ട് വൺ വേർഡ് ചോദിക്കുകയെ
premier iron or exporting part of the country. This port accounts for about 50% of India's iron ore export. ഇന്ത്യയുടെ അയേണിന്റെ ഓർ ഇല്ലേടാ, അയേണിന്റെ ഓർ, അതായത് ഇരുമ്പിന്റെ ഓർ, ആ ഓറിന്റെ 50%, ഇന്ത്യയിലെ 50% ഓറും എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ഗോവയിലുള്ള പോർട്ടിൽ വെച്ചിട്ടാണ്. The Mangalore port, located in Karnataka, caters to the export of iron ore concentrates from Kudremukh mines. Kudremukh mines-ൽ നിന്നുള്ള ഇതാണ് ന്യൂ മാംഗ്ലൂർ പോർട്ട്. ഓക്കെ, ഇനി കൊച്ചി ഈസ് ദി എക്സ്ട്രീം സൗത്ത് വെസ്റ്റേൺ പോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ദി എൻട്രൻസ് ഓഫ് എ ലഗോൺ വിത്ത് എ നാച്ചുറൽ ഹാർബർ. അപ്പം കൊച്ചി ഹാർബർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഹാർബർ ആണ് അല്ലെ. കൊച്ചി എന്ന് പറയുന്നത് എക്സ്ട്രീം സൗത്ത് വെസ്റ്റേൺ പോർട്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നു, ഇത് നോർത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്, സൗത്ത് ആണ്. അപ്പൊ സൗത്ത് വെസ്റ്റ് ആണ്, ഈ ഒരു ഏരിയയിലാണ് കേരളം ഉള്ളത് അല്ലെ. ഇവിടെയാണ് എന്തുള്ളത്, കൊച്ചി പോർട്ട് ഉള്ളത് അല്ലെ. കൊച്ചി പോർട്ട് ഉള്ളത് അവിടെയാണ്. സോ അതാണ് എക്സ്ട്രീം സൗത്ത് വെസ്റ്റേൺ പോർട്ട്, നാച്ചുറൽ ഹാർബർ എന്ന് പറയുന്നത്. ഓക്കെ, moving along the east coast, the extreme southeastern port of Tuticorin in Tamil Nadu. This port has a natural harbor and rich hinterland. Thus, it has a flourishing trade handling of a large variety of cargoes to even our neighboring countries like Sri Lanka, Maldives, etc. and the coastal regions of India. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള Tuticorin in Tamil Nadu. Chennai is one of the oldest artificial port. അപ്പൊ നമ്മൾ കൊച്ചിയൊക്കെ പറഞ്ഞത് എന്താണ്, നാച്ചുറൽ ഹാർബർ എന്നാ പറഞ്ഞത്. ചെന്നൈ എന്ന് പറയുന്നത് is one of the oldest artificial ports of the country. It is ranked next to Mumbai in terms of the volume of trade and cargo. Visakhapatnam is the deepest landlocked and well protected port. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, വിശാഖിനെയാണ് വെൽ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊക്കെ ആലോചിക്കുക. അപ്പൊ പട്ടണത്തിൽ വെൽ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുക എന്നൊക്കെ ഓർത്തിട്ട് നിങ്ങൾ വൺ വേർഡ് നിങ്ങൾക്ക് സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. This port was originally conceived as an outlet for iron ore exports. Paradip port located in Odisha. ഒഡീഷയിലെ പാരാദ്വീപ് specializes in the export of iron ore. Export of iron ore ആണ് പാരാദ്വീപ് in Odisha. Kolkata is an inland riverine port. This port serves a very large and rich hinterland of Ganga-Brahmaputra basin. Being a tidal port, it requires constant dredging of Hooghly. അപ്പൊ നമ്മൾ ഒരുപാട് പോർട്ടുകളുടെ പേര് ഇങ്ങനെ പഠിച്ച് പോകുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ മക്കൾ പഠിച്ചു പോണേ. Haldia port was developed as a subsidiary port in order to relieve growing pressure on the Kolkata port. അപ്പൊ Haldia port എന്ന് പറയുന്നത് developed as a subsidiary port in order to relieve growing pressure on the Kolkata port. സോ നമ്മൾ ഈ ഒരു സെഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? വാട്ടർ വേസ് ആണ് മെയിൻ ആയിട്ട് പഠിച്ചത് അല്ലെ. വാട്ടർ വേസിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള വാട്ടർ വേസ് പഠിച്ചു, ഒരുപാട് പോർട്ടുകൾ പഠിച്ചു അല്ലെ, പോർട്ട്സും പഠിച്ചു. അപ്പൊ നിങ്ങൾ ആ പേരുകൾ കച്ച്, കണ്ടല എന്നൊക്കെ പറയും. നിങ്ങൾ ആദ്യം ദീൻ ദയാൽ ദ്വീപ് എന്നൊക്കെ പറഞ്ഞ് ദീൻ ദയാൽ പോർട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഈ പേരുകളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെന്നൈ ആണെങ്കിലും മുംബൈ ആണെങ്കിലും എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിക്കണം. എന്നിട്ട് വേണം വൺ വേർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക, വൺ വേർഡ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. എവിടെയാണ് അയൺ എക്സ്പോർട്ട് ഏറ്റവും കൂടുതൽ, 50% അയൺ എക്സ്പോർട്ട് എവിടെയാണ് നടക്കുന്നത്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. സോ ഇത്രയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.